ഓക്കെ, നമ്മൾ നോൺസ്റ്റിക് ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോൺസ്റ്റിക് ഇക്വേഷന്റെ പ്രോബ്ലംസ് ആണ്. നമുക്ക് 2-3 പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് നോൺസ്റ്റിക് ഇക്വേഷൻ ഫോർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഈ ഒരു ഭാഗം നമ്മൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. 4 മാർക്സിനാണ്. ഈ 8 മാർക്സിൽ 4 മാർക്ക് ഈ ഡെറിവേഷൻ ആണ് ഉണ്ടാവുക. പ്രോബ്ലം വരുന്നത് കാൽക്കുലേറ്റ് EMF ഓഫ് എ ഡാനിയൽ സെൽ when the concentration of Zn2 plus ion is 0.02 molar and that of copper 2 plus ion is 0.2 molar. Given ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്കും കോപ്പറും തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഡെറിവേഷൻ ചെയ്യുക. ഡെറിവേഷൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് 4 മാർക്സിന് വർക്ക്ഔട്ട് ചെയ്യുക. അതിൻ്റെ നോട്ട്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഡാനിയൽ സെല്ലാണ് കൊടുത്തിട്ടുള്ളത്. ഡാനിയൽ സെല്ലിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് ഫെമിലിയർ ആണ് അല്ലേ. ഡാനിയൽ സെല്ലിന്റെ കേസിൽ ഓക്സിഡേഷന്റെ ഇക്വേഷൻ വരുന്നത് എന്താണ്? Zn gives Zn2 plus 2 ഇലക്ട്രോൺ അല്ലേ. ഇത് ഓക്സിഡേഷൻ. ഇനി ഡാനിയൽ സെല്ലിന്റെ റിഡക്ഷൻ വരുന്നത് Cu2 plus 2 ഇലക്ട്രോൺ gives Cu. ഇത് റിഡക്ഷൻ. ഓക്കെ, ഇനി ഓവറോൾ സെൽ റിയാക്ഷൻ അതിവിടെ നമ്മൾ എഴുതുന്നു. എന്താണ്? Zn plus Cu2 plus gives Zn2 plus Cu അല്ലെ. 2 ഇലക്ട്രോണും കട്ട് ചെയ്തു പോകും. ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നോൺസ്റ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നോൺസ്റ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഈ സെൽ കണ്ടുപിടിക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ ഈ സെൽ. അപ്പൊ നമുക്ക് we have Nernst equation for this cell reaction is എന്താണ്? E cell equal to E0 cell minus 0.0591 by n log Zn2 plus divided by Cu2 plus. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഓൾറെഡി നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിക്വയർഡ് ഇക്വേഷൻ ആണ്. നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ബിഫോർ ദാറ്റ് E0 സെല്ല് നിങ്ങൾ സെപ്പറേറ്റ് കാണുക. E0 സെല്ലിന് വെച്ചാൽ എന്താണ്? ഇതിന്റെ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ ആണ് ഡാനിയൽ സെല്ലിന്റെ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ Zn-ന്റെയും കോപ്പറിന്റെയും സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുള്ളത്. അപ്പോൾ E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അത് നമുക്കറിയാം. E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 Zn2 പ്ലസ് ബാർ Zn. ഇത് വർക്കൗട്ട് ചെയ്യാം. 0.34 മൈനസ് 0.76 0.34 പ്ലസ് 0.76 ഈക്വൽ ടു 1.1 വോൾട്ട്. ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറെ പ്രോബ്ലത്തിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. E0 സെൽ വാല്യൂ ഡാനിയൽ സെല്ലിന്റെ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫേർഡ് 2 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് Zn-ഉം Zn കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കോപ്പറിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അയോൺസിന്റെ. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സെല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. E0 സെൽ 1.1 മൈനസ് 0.0591 ബൈ 2 ലോഗ് Zn2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ 0.02 ഡിവൈഡഡ് ബൈ 0.2 തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇത് സോൾവ് ചെയ്യുക. നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ലോഗൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ആൻസർ എഴുതാം. നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് നോക്കി. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സോൾവ് ചെയ്യുക. ഫൈനൽ ആൻസർ കിട്ടുക 1.1295 ആണ് ഈ സെല്ല്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടും, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് ഡാനിയൽ സെൽ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. Given that E0 Zn2 plus Zn equal to minus 0.76 and copper 0.34. ഇത് വെച്ചാൽ സെയിം ഡാനിയൽ സെല്ലിന്റെ തന്നെ പ്രോബ്ലം ആണ്. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രോബ്ലം ആണ്.
അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ നോൺ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായിരുന്നു നേൺസ്റ്റ് ഇക്വേഷൻ പഠിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമ്മൾ മറ്റേതിൽ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് Q ഈക്വൽ ടു റിയാക്ഷൻ കോഷ്യന്റ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇ സെൽ ഈക്വൽ ടു 0 ആണ്. ഇത് നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഇത് സ്റ്റാൻഡേർഡ്, അതാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഈ കേസിലാണ് നമ്മളോട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ചോദിക്കുക, കാരണം K ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. റിക്വയർഡ് ഇക്വേഷൻ ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/2 അല്ലേ, ഡാനിയൽ സെൽ ആയതുകൊണ്ട് ലോഗ് K അല്ലേ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ലോഗ് Q ആയിരുന്നല്ലോ, നമ്മൾ ഡാനിയൽ സെല്ലിന്റെ ആണെങ്കിലും ഏതിന്റെ റിയാക്ഷൻ ആണെങ്കിലും ലോഗ് Q ആണ് നമ്മൾ പിന്നെ ആക്ടിവിറ്റി മോളാർ കോൺസെൻട്രേഷനിലേക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ബേസിക്കലി ലോഗ് Q എന്നുള്ളത് എന്തായിട്ട് മാറി, ലോഗ് K ആയിട്ട് മാറി. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ അതാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഓരോന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇ സെല്ല് 0 ആണ്, 0 ഈക്വൽ ടു 1. ഇത് നിങ്ങൾ E0 സെൽ മൈനസ് 0.0591/2 ലോഗ് K. ഒന്നുകൂടി ഇത് മാറ്റിയിട്ട് എഴുതുക. E0 സെൽ ഈക്വൽ ടു 0.0591/2 ലോഗ് K. ഇനി 1.1 ആണ് E0 സെൽ എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, 1. ഡാനിയൽ സെല്ലിന്റെ കേസിൽ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വാല്യൂസ് വന്നിട്ടുള്ളത്. ഈക്വൽ ടു നിങ്ങൾ സോൾവ് ചെയ്യുമ്പം 0.02955 ലോഗ് K എന്ന് കിട്ടും. ലോഗ് K ഈക്വൽ ടു എന്താ വരിക, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 29 എല്ലാം ഒരുമിച്ച് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്താൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, therefore ആന്റി ലോഗ് എടുക്കുക. ആന്റി ലോഗ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1. ഇത് ലോഗ് Kന്റെ വാല്യൂ ആണ്. ആന്റി ലോഗ് എടുക്കുന്ന സമയത്ത് 1.67896 നിങ്ങൾ റൗണ്ട് ചെയ്യാം നിങ്ങൾക്ക്, ഇൻറ്റു 10⁻37. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് ഓഫ് സെഡൻ ബാർ സെഡ്. ഇവിടെ സെൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു സെല്ലിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കുക, അതായത് ഈ സെല്ല് കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ആൻഡ് കാഡ്മിയം ആർ -0.76ഉം -0.403 തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് സെൽ റിയാക്ഷൻ, ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സെൽ റെപ്രസെന്റേഷൻ ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്കും കാഡ്മിയവും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ സെൽ റെപ്രസെന്റേഷൻ തന്നതുകൊണ്ട് ഇത് സെൽ റെപ്രസെന്റേഷൻ ആണ്, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ ഒരു സെല്ലിൽ ഇവിടെ ഉള്ളത് ആനോഡ് ആണെന്നും ഈ ഭാഗത്തുള്ളത് സെൽ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചല്ലേ, ലെഫ്റ്റിൽ ആനോഡ് റൈറ്റിൽ കാഥോഡ്. കാഡ്മിയത്തിന്റെ കേസ് കാഥോഡും ആനോഡ് സിങ്കിന്റെ കേസും ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ റെപ്രസെന്റേഷൻ അതിനാണ് തരുന്നത്. നമുക്കത് വെച്ചിട്ട് ഈ സെല്ലിന്, ഈ ഒരു സെല്ലിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാലും 2 ഇലക്ട്രോൺ ആണ്. കാഡ്മിയത്തിന്റെ കേസിലും 2 ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് വരുന്നത്. സോ 2 ഇവിടെ എഴുതുകയാണ്. ലോഗ് കോൺസെൻട്രേഷൻ നോക്കുക. കോൺസെൻട്രേഷൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം Zn2+ ഓക്സിഡേഷൻ ആണെങ്കിൽ മോളിൽ Zn2, ഡാനിയൽ സെല്ല് പോലെ തന്നെ ഇവിടെ കോപ്പറിന് പകരം കാഡ്മിയം വന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പം Zn2+ തന്നെയാണ് മേലെ വരിക. Zn2+ ഡിവൈഡഡ് ബൈ കാഡ്മിയം 2+. ഇത് ഡാനിയൽ സെല്ലിന് പകരം ജസ്റ്റ് കാഡ്മിയം വന്നു എന്നേ ഉള്ളൂ കേട്ടോ ഈ ക്വസ്റ്റ്യനിൽ. ഇനി E0 സെല്ല് നിങ്ങൾ കണ്ടുപിടിക്കുക. E0 സെല്ല് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കുക? കാഥോഡ് മൈനസ് ആനോഡ്, E0 ആനോഡ്, E0 സെൽ ഈക്വൽ ടു കാഥോഡിൻ്റെത് -0.403 മൈനസ് -0.76, that is -0.403 plus 0.76 equal to 0.36 volt. ഇവിടെ കൊടുക്കുക 0.36 മൈനസ് 0.0591/2 ചെയ്ത് കഴിഞ്ഞാൽ 0.0295
0.5 നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു വാല്യൂ നിങ്ങളിവിടെ കൊടുക്കുക. ഇനി ലോഗിന്റെ വാല്യൂവിൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. സെഡിന്റെ കോൺസെൻട്രേഷൻ 0.0004 ഡിവൈഡഡ് ബൈ കാഡ്മിയത്തിന്റെ 0.02. നിങ്ങൾ കാൽക്കുലേറ്ററിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 0.36 മൈനസ് 0.29055 ഇൻറ്റു ലോഗ് ഈ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1.6989 കിട്ടും. ഇനി അത് നിങ്ങൾ 0.36 ഇപ്പം ഇത് രണ്ട് നെഗറ്റീവ് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, പ്ലസ് 0.050. ഫൈനൽ ആൻസർ വരുന്നത് 0.4102 റേഞ്ചിൽ. 41 ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം കാൽക്കുലേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചില റൗണ്ട് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും ഒരു 41 ആ ഒരു റേഞ്ചിൽ 4 ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എൻ്റെ ഫുൾ മാർക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്.